നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല കൂട്ടുകാരെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ചക്കയായാലും മാങ്ങയായാലും പണ്ടുള്ളവർ പറയും ചൂന്ന് നോക്കിയെങ്കിലേ അതിന് അകത്ത് കേടുണ്ടോ കേടില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു തരാം. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. യഥാർത്ഥ കൂട്ടുകാരെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയതോളം എൻ്റെ പേഴ്സിൻ്റെ ഗാന്ധി തല കുറയുന്നതനുസരിച്ചിട്ട് ഓരോ ആൾക്കാർ എന്നെ വിട്ട് പോയി. നമ്മുടെ പേഴ്സിൽ പണമുണ്ടെങ്കിൽ മാത്രമേ കൂട്ടുകൂടുന്ന കൂട്ടുകാരുണ്ട്. നമ്മളെ വീക്ക്നെസ് പോയിന്റ് എന്താണ്? അതായത് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 100 രൂപ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡേ മൊത്തം എൻ്റെ ക്യാഷ് ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം കൂട്ടുകാരുണ്ടാവും. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നമ്മളെല്ലാം മണ്ടന്മാരാണ്. നമ്മൾ കൂട്ടുകാരിൽ നിന്ന് പറഞ്ഞ് നമ്മൾ ചിലവാക്കും. പിന്നെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ പേഴ്സിൻ്റെ കാന്തി തല കുറഞ്ഞു വന്നപ്പം ഓരോരുത്തരെ വിട്ടുപോയി. പിന്നെ നമ്മളൊരു അവസരങ്ങളിൽ പെട്ട് പടുക്കുഴിയിൽ കിടക്കുന്ന സമയത്ത് ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അയ്യോ, അവൻ ഇനി തിരിച്ച് കയറാനൊന്നും പോകുന്നില്ല, അവൻ പോയി, അവൻ രക്ഷപ്പെടില്ല എഴുതും. വീണ്ടും നമ്മൾ ചവിട്ടി താക്കും. എൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളെ പേര് തികച്ച് വിളിക്കാത്ത ആൾക്കാർ മറക്കും. നമ്മളെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവും. അതിലൊന്നും നിങ്ങൾ തളരരുത്. ഇത് നിങ്ങൾ പോസിറ്റീവായിട്ട് കണ്ട് ആ കൂട്ടുകെട്ടൊക്കെ അങ്ങ് വിടുക. അതായത് ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. വളരെ കറക്റ്റാണ്. നമ്മൾ ഏത് വ്യക്തിയെടുത്താണോ കൂട്ടുകൂടുന്നത് അവരോടുള്ള നല്ല ക്യാരക്ടർ നമ്മളിലേക്ക് വരും. നെഗറ്റീവ് ക്യാരക്ടറുള്ളവരടുത്ത് കൂടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെ വരുള്ളൂ 100%. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയണം. നെഗറ്റീവ് ആൾക്കാർ പറയുമ്പം അവരെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ ഫുള്ള് ലോഡ് ചെയ്യിക്കും. അപ്പോൾ അവർ റിലീസാവും. അതുകൊണ്ട് നെഗറ്റീവ് കമ്പനികളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പോസിറ്റീവ് ആൾക്കാർ നമ്മൾ നന്മയ്ക്കും നമ്മളുടെ പടുക്കുഴിയിൽ കിടക്കുന്ന സമയത്ത് ഒരു കൈത്താങ് തന്നുന്ന വ്യക്തികൾ, അത് നമ്മളൊരു തിരിച്ചറിവാണ്. ഇതിനെ തിരിച്ചറിയാൻ 41 വർഷം എടുത്തു. അതായത് 20 വയസ്സിൽ തുടങ്ങിയ ഏകദേശം അത്രയും വരും. അതൊക്കെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളാണ്. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തില്ലേ, കടം, പ്രശ്നങ്ങൾ, പ്രാരാബ്ദം, അതൊന്നും നോക്കണ്ടെന്നേ. മനുഷ്യനായിട്ട് ഒരു ജന്മമേ ഉള്ളൂ. അത് ഭൂമിയിൽ ദൈവം വിടുന്നു വെച്ചാൽ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതേപോലെ നടക്കത്തുള്ളൂ. പക്ഷേ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കണ്ട് എല്ലാവരെയും സഹായിച്ച് നല്ല മനസ്സോടെ ജീവിക്കുക. സമ്പത്ത്, പണം അല്ല, നമ്മളെ ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ്, നന്മകൾ ചെയ്യാനുള്ള മനസ്സ്, അതാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എന്ന് വെച്ചാൽ. മനസ്സിലാവും? അതായത് നെഗറ്റീവ് ചിന്തകൾ നമ്മളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവിലോട്ട് അങ്ങ് പോകും. ഇപ്പം എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇങ്ങനെ ചിന്തിക്കുക, എല്ലാം ഭൂമിയിൽ കൂടെ വരത്തുള്ളൂ. ആരും നമ്മളെ കൊല്ലാൻ പോകുന്നില്ല, തൂക്കി കൊല്ലാനും പോകുന്നില്ല. എല്ലാം വളർന്നത് വെച്ച് കാണാം എന്നും പറഞ്ഞ് നിങ്ങൾ വെറുതെ ഇരിക്കരുത്. നിങ്ങളെ ടാലൻറ്റ് എന്താണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ചിലപ്പോൾ ഡ്രൈവറായിരിക്കാം, കൂലിപ്പണിക്കാരായിരിക്കാം, പല ജോലികൾ. എല്ലാ ജോലിക്കും അതിൻ്റെ മാന്യത ഉണ്ട്. നിങ്ങളിൽ ദൈവം ഒന്നുമില്ലാതെ വിടില്ല. നിങ്ങൾക്ക് എന്നൊരു ടാലൻറ്റ് തന്നിരിക്കും. അത് നിങ്ങൾ മുറുകെ പിടിച്ച് പോസിറ്റീവായിട്ട് പോവുക. ആരെയും ഭയക്കരുത്. എല്ലാം റെഡിയാവും. അതുകൊണ്ട് എല്ലാവരും ഈ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുക. ശുഭരാത്രി, ശുഭനിദ്ര, നല്ല സ്വപ്നങ്ങൾ കണ്ടു കിടക്കുക. മഹാന്മാർ പറയും പോലെ നമ്മൾ സ്വപ്നം കാണുക, നടന്നില്ലെങ്കിലും. ഞാൻ ഒരു വീഡിയോ പറഞ്ഞു. അപ്പോൾ എനിക്കും എല്ലാ മനുഷ്യരും പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഈ പറയുന്ന കോടീശ്വരന്മാർക്കുണ്ട്, അവർക്ക് അതിൻ്റേതായ വിഷമങ്ങൾ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. എനിക്കൊക്കെ ടെൻഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ RCCയിലും കാഷ്വാലിറ്റിയിലും ഞാൻ പോവും.
എന്നെക്കൊണ്ടാവുന്ന ഹെൽപ്പ്, വല്ല എമൗണ്ട് കൊടുത്തില്ലെങ്കിലും ഒരു നേരത്തെ ആഹാരത്തിനുള്ള ക്യാഷ് അവരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് മൊത്തം മാറും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഒരിക്കലും ഒറ്റയ്ക്കിരിക്കുക, മാക്സിമം ഒറ്റയ്ക്കിരിക്കരുത്. ഒന്ന് റോഡിൽ ഇറങ്ങുക, ഫ്രണ്ട്സിനായിട്ട് പോവുക, അല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളികളിലോ പോവുക, സിനിമയ്ക്ക് പോവുക. ഒറ്റയ്ക്ക് ഒരിക്കലും ഇരുന്ന് ചിന്തിക്കരുത്, അത് ഭയങ്കര നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി, നല്ലത് മാത്രം വരട്ടെ. പിന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ പറഞ്ഞ പോലെ ഒരു വിരൽ സ്പർശം നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് മാക്സിമം വീഡിയോസ് കാര്യങ്ങൾ എല്ലായിടത്തും എത്തും. അപ്പോൾ ഞാൻ കാറിൻ്റെ സംബന്ധിച്ചുള്ള ഇനി കുറേ വീഡിയോസ് വരാനുണ്ട്. അപ്പം നിങ്ങളെന്നെ സപ്പോർട്ട് തരണം. നിങ്ങളൊരു അനിയനെ പോലെ എന്നെ ഒന്ന് സപ്പോർട്ട് 100% തരണം. നിങ്ങളാണ് എൻ്റെ ധൈര്യം. ഓക്കെ, താങ്ക് യു.